അധ്യായം 67. തനിക്ക് ഉടനെ തന്നെ സഞ്ജുവിന്റെ അടുത്തേക്ക് പോകണമെന്ന് വരുൺ കീർത്തി അറിയിക്കുന്നു. എത്ര കാലം വേണമെങ്കിലും വരുണിനായി കാത്തിരിക്കാമെന്ന് കീർത്തി വാക്കുകൊടുക്കുന്നു. ആനിന്റെ പിന്നാലെ ശത്രുക്കൾ ഉണ്ടെന്ന് സഞ്ജു മനസ്സിലാക്കി അവളെയും കൂട്ടി അവന്റെ ഹോട്ടൽ റൂമിലേക്ക് പോകുന്നു. സഞ്ജുവിന്റെ ഷോൾഡറിൽ നിന്നും രക്തം വരുന്നത് കണ്ട് ആൻ പരിഭ്രാന്തയാകുന്നു. ആൻ വേഗം തന്നെ സഞ്ജുവിന്റെ ഷർട്ട് പൂർണ്ണമായും അഴിച്ചു മാറ്റി അവന്റെ ഷോൾഡർ പരിശോധിച്ചു. അവൾ ആശങ്കയോടെ സഞ്ജുവിനോട് ചോദിച്ചു, എന്തായത് സഞ്ജു? എവിടുന്ന് അയാൾക്ക് ഗൺഷോട്ട് ഏറ്റത്? അവളുടെ ചോദ്യം കേട്ടപ്പോൾ സഞ്ജുവിന്റെ മനസ്സിലേക്ക് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ നടന്ന കാര്യങ്ങൾ ഓടിയെത്തി. പോലീസുമായുള്ള എൻകൗണ്ടറിൽ അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടിയ ഷോട്ടായിരുന്നു അത്. ഒരു വെടിയുണ്ട അവനെ ഉരസി പോയിരുന്നു. രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ അതെല്ലാം അവന്റെ ഉള്ളിൽ നിന്നും വിട്ടുപോയിരുന്നു. ഷോൾഡറിന്റെ ആ വശം ആകെ ഒരു മരവിപ്പ് അവൻ അനുഭവപ്പെട്ടിരുന്നു. പബ്ബിൽ പോയിരുന്ന ആനിനെ കണ്ടതോടെ അവൻ ഇതെല്ലാം വിട്ടുപോയിരുന്നു. ആൻ ശ്രദ്ധാപൂർവം അവന്റെ മുറിവ് പരിശോധിച്ചു. അവൻ എന്തെങ്കിലും പറയുന്നതിന് മുൻപേ അവൾ പറഞ്ഞു, താൻ വല്ലാത്തൊരു മനുഷ്യൻ തന്നെ സഞ്ജു. ഒരു ബുള്ളറ്റ് ഷോട്ട് കിട്ടിയിട്ടും തനിക്കൊരു വേദനയില്ലല്ലോ. ഭാഗ്യത്തിന് ഉരസി പോയിട്ടേ ഉള്ളൂ. ആൻ പറയുന്നത് കേട്ട് സഞ്ജുവിന് ദേഷ്യം പിടിച്ചു. നീ എന്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇതിലും വലിയ മുറിവുകൾ ഉള്ളിൽ പേറുന്നോണ്ട് ഈ മുറിവൊക്കെ എനിക്ക് നിസാരം. നീ ആദ്യം നിന്റെ ലൈഫ് സേഫ് ആക്കാൻ നോക്ക്. സഞ്ജു ഉറക്കെ അവളോട് സംസാരിക്കുന്നുണ്ടെങ്കിലും അതൊന്നും അവളുടെ കാതിലേക്ക് പോയില്ല. അതൊക്കെ അർഹിക്കുന്ന അവഗണനയോടെ തള്ളിക്കൊണ്ട് അവൾ വീണ്ടും അവനോട് പറഞ്ഞു, താൻ ആദ്യം ഈ റേസ് ആവുന്നതൊന്ന് നിർത്ത്. ഈ മുറിവിന്റെ ആഴം എത്രയുണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മുറിവ് ചെറുതോ വലുതോ ആയിക്കോട്ടെ, ഇൻഫെക്ഷൻ ആയ നല്ല പണി കിട്ടും മോനെ. അപ്പോ ഈ വലിയ വലിയ ഡയലോഗൊന്നും വില പോവില്ല. ഇയാളുടെ ബോഡിക്ക് ഇതൊക്കെ സില്ലിയാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്റെ കൺമുന്നില് ആരെങ്കിലും മുറിവ് പറ്റി നിൽക്കുന്നത് വെറുതെ കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല. ആൻ സഞ്ജുവിന്റെ മുറിവ് നന്നായി പരിശോധിച്ചു. അവിടെ ഉണ്ടായിരുന്ന വൈപ്സ് വെച്ച് ബ്ലഡ് പരന്നു കിടക്കുന്ന ഭാഗമെല്ലാം തുടച്ചു വൃത്തിയാക്കി. ബാത്റൂമിലെ ഹീറ്റർ ഓണാക്കി ടവലെടുത്ത് ചൂടുവെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ് അവന്റെ ശരീരമെല്ലാം തുടച്ചു കൊടുത്തു. പിന്നെ സഞ്ജുവിന്റെ ഫോൺ എടുത്ത് ഏതോ ഒരു നമ്പറിൽ മെസ്സേജ് ചെയ്തു. അത് കണ്ട് സഞ്ജു ആകാംക്ഷയോടെ അവളോട് ചോദിച്ചു, നീ ആരെ വിളിക്കുന്നത്? സഞ്ജുവിന്റെ മുഖം കണ്ടപ്പോൾ അവൾ കളിയോടെ പറഞ്ഞു, ഞാൻ പോലീസിനെ വിളിച്ചതാ. ഉത്തരവാദിത്ത ബോധമുള്ള ഒരു പൗര എന്ന നിലയില് വെടികൊണ്ട് പരിക്ക് പറ്റിയ ഒരാളെ കുറിച്ച് ഇൻഫർമേഷൻ കൊടുക്കുക എന്നത് എന്റെ ഉത്തരവാദിത്തല്ലേ. ഞാനത് ഭംഗിയായി ചെയ്തതാ. ആനിന്റെ സംസാരം കേട്ട് സഞ്ജു അമ്പരന്ന് അവളെ നോക്കി. അവൾ തന്നെ കളിയാക്കിയതാണെന്ന് അവന് മനസ്സിലായി. അവൻ എന്തോ ചിന്തയിലായ സമയം ഡോർബെൽ മുഴങ്ങി. ആൻ പോയി വാതിൽ തുറന്നു. സഞ്ജുവിനൊപ്പം ഉണ്ടായിരുന്ന ഗാർഡുകളിൽ ഒരാൾ ഫസ്റ്റ് എയ്ഡ് ബോക്സുമായി അങ്ങോട്ടേക്ക് വന്നതായിരുന്നു. അയാൾ അകത്തേക്ക് പാളി നോക്കി. സഞ്ജു ബെഡ്റൂമിലായിരുന്നത് കൊണ്ട് അയാൾക്കൊന്നും കാണാൻ കഴിഞ്ഞിരുന്നില്ല. അയാൾ ആനിനോടായി പറഞ്ഞു, മാം, സാറിന് പരിക്കുപറ്റി. മെഡിസിനും ഫസ്റ്റ് എയ്ഡ് ബോക്സും വേണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരുന്നു. അതിങ്ങനെ തന്നേക്ക്, ഞാൻ കൊടുത്തോളാം. മാം, സാറിനെ ഏൽപ്പിക്കുന്നതിന് പകരം ആ പരിക്ക് മാം ഒന്ന് ഡ്രസ് ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും. സാറിന്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധയൊന്നുമില്ല. അയാൾ പറയുന്നത് കേട്ടതും ഒരു ചെറു പുഞ്ചിരിയോടെ ചെയ്യാമെന്ന ഭാവത്തിൽ അവൾ തലയാട്ടി. അവൾ അയാളിൽ നിന്നും പെട്ടി വാങ്ങി വാതിൽ അടച്ച ശേഷം അകത്തേക്ക് പോയി. ആനിന്റെ കയ്യിലെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് കണ്ട് സഞ്ജു അമ്പരന്നു. ഇതിനു വേണ്ടിയായിരിക്കും ആൻ ഫോൺ എടുത്തതെന്ന് അവന് മനസ്സിലായി. ആൻ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്ത് അതിൽ നിന്നും മെഡിക്കൽ വാഷ് എടുത്ത് സഞ്ജുവിന്റെ മുറിവ് കോട്ടൺ ഉപയോഗിച്ച് നന്നായി ഒന്നുകൂടി തുടച്ച് വൃത്തിയാക്കി. അതിനുശേഷം മുറിവിന് മുകളിൽ ഓയിന്റ്മെന്റ് തേച്ച് ബാൻഡേജ് ചെയ്തു കൊടുത്തു. ഈ സമയമൊക്കെ അവൾ അവന്റെ മുന്നിൽ വന്ന് നിൽക്കുകയായിരുന്നു. ആനിന്റെ ശരീരത്തിൽ നിന്നും പെർഫ്യൂമിന്റെയും അവളുടെ വിയർപ്പിന്റെയും ഗന്ധം സഞ്ജുവിന്റെ മൂക്കിൽ തുളച്ചു കയറി. ആ ഗന്ധം അവന്റെ സിരകളെ മത്തു പിടിപ്പിക്കുന്നതായിരുന്നു. അവൻ തന്നെ സ്വയം നിയന്ത്രിച്ചിരുന്നു. അതിനിടയിലാണ് അവളുടെ നിശ്ചയത്തിന്റെ കാര്യം അവൻ ഓർമ്മ വന്നത്. അതിനെപ്പറ്റി അവളോട് ചോദിക്കാൻ അവൻ തീരുമാനിച്ചു. അല്ല, ചിലരുടെയൊക്കെ നിശ്ചയം കഴിഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു. എന്നിട്ട് എവിടെ? കയ്യിലും മോതിരം ഒന്നും കാണാനില്ലല്ലോ. സഞ്ജുവിന്റെ പരിഹാസം കേട്ട് ആനിന് ദേഷ്യം വന്നു. അവൾ ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു, അതിന് താൻ എനിക്ക് മോതിരം ഇട്ട് തന്നിട്ടുണ്ടോ? അതോ ഇനി എനിക്ക് വേണ്ടി മോതിരം ഉണ്ടാക്കിക്കാൻ കൊടുത്തിട്ടേ ഉള്ളോ? ആനിന്റെ ദേഷ്യം സഞ്ജുവിനെ രസം പിടിപ്പിച്ചു. അവൻ വീണ്ടും അവളെ ചൂടാക്കി. ഞാൻ എന്തിനാ നിനക്ക് മോതിരം ഉണ്ടാക്കുന്നത്? നിന്റെ കല്യാണം ഏതോ ഒരു റാം കോർപ്പറേഷന്റെ ഉടമയുടെ മോനുമായി നടത്താൻ പോവല്ലേ? സഞ്ജു പറയുന്നത് ഒരു ഞെട്ടലോടെ ആൻ കേട്ടു. അവൻ പറയുന്നത് തുടർന്നു, ഞാൻ അറിഞ്ഞത് വെച്ച് നീ നിന്റെ നിശ്ചയത്തിന്റെ അന്ന് ചാടിപ്പോയെന്നോ, നീ നിന്റെ ഫ്രണ്ടായി കരുതിയ ഏതോ ഒരു പെണ്ണ് നിനക്ക് ആൽക്കഹോളിൽ ഡ്രഗ്സ് കലക്കി തരാൻ നോക്കിയെന്നോ, ഏതൊക്കെയോ തെണ്ടി ചെറുക്കന്മാരുടെ ഇടയിൽ നിന്നെ ഉപേക്ഷിച്ചു പോയെന്നോ, അങ്ങനെയൊക്കെ ഇന്നത്തെ പ്രധാന നാട്ടുവാർത്തയിൽ പറയുന്നത് കേട്ടിരുന്നു. ഇയാളിതൊന്നും അറിഞ്ഞില്ല? സഞ്ജു പറയുന്നത് കേട്ട് ആനിന്റെ തല കുനിഞ്ഞു. അവൾ ഇടം കണ്ണിട്ട് സഞ്ജുവിനെ നോക്കി മനസ്സിൽ പറഞ്ഞു, ദൈവമേ, ഈ പിശാചിന് എന്നെ കുറിച്ച് അപ്ഡേറ്റ് ആയി എല്ലാം അറിയാലോ. ഇനി ഇവന്റെ മുന്നിൽ മാസ് കാണിച്ചു നിന്ന ചവിട്ടി കൂട്ടി മൂലയിലേക്ക് എറിയും.
സഞ്ജു അവളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവളുടെ മുഖത്തെ ടെൻഷൻ കണ്ട് അവൻ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇയാൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. എന്റെ കൂടെ താൻ സേഫാ. ഞാൻ ജോൺ പപ്പയോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. നിന്റെ മുത്തശ്ശൻ അസുഖം ഭേദമായാൽ ഉടനെ നിന്റെ സുരക്ഷയ്ക്ക് ആവശ്യമായത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. സഞ്ജു പറയുന്നത് കേട്ട് പൂർണ്ണമായും ആൻ റിലാക്സ് ആയി. അവൾ വേഗം അവന്റെ മുറിവ് ഡ്രസ് ചെയ്ത് കൊടുത്തു. സഞ്ജു എഴുന്നേറ്റ് പോയി ബ്രീഫ് കേസിൽ നിന്നും പുതിയൊരു ഷർട്ട് എടുത്ത് ധരിച്ചു. അതിനിടയിൽ ആനിനോട് പറഞ്ഞു, ഈ റൂം എന്റെ പേരിൽ ബുക്ക് ചെയ്തതാ. നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ എത്ര സമയം വേണമെങ്കിലും എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ തന്നെ ഇരിക്കാം. വെറുതെ കണ്ടടങ്ങളിലെല്ലാം അലഞ്ഞു തിരിഞ്ഞ് നടക്കണ്ട. മുത്തശ്ശൻ ഹോസ്പിറ്റലിലാ. അതുകൊണ്ട് നിനക്ക് അത്രയും വിശ്വാസമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് ഇവിടെ നിന്ന് പോയാൽ മതി. അല്ലെങ്കിൽ നിന്റെ സെക്യൂരിറ്റിക്കായി എന്റെ ഗാർഡ്സിനെ ഇവിടെ നിർത്താം. എനിക്കിപ്പോ ഇവിടുന്ന് പോയേ പറ്റൂ. വരുൺ വരുന്നതിന് മുന്നേ ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. സഞ്ജു ഷർട്ടിന് മുകളിൽ ഒരു കോട്ട് എടുത്ത് ധരിച്ചു. അതിനിടയിൽ ആനിന് പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ കൊടുത്തു. ഗാർഡിനെ വിളിച്ച് തന്റെ ബ്രീഫ് കേസ് ഏൽപ്പിച്ചു. ആനിനോട് ബായ് പറഞ്ഞ് വാതിൽക്കലേക്ക് നീങ്ങി. അവൻ വാതിൽ തുറന്ന് ആദ്യത്തെ ചുവട് പുറത്തേക്ക് വച്ചപ്പോൾ പെട്ടെന്ന് അവന്റെ പുറകിലൂടെ 2 കൈകൾ വന്നു പുണർന്നു. സഞ്ജുവിന് തിരിയാൻ അവസരം കൊടുക്കാതെ ആൻ അവന്റെ ഇടത് ചെവിയിൽ അമർത്തി കടിച്ചു. സഞ്ജു വേദന കൊണ്ട് പുളഞ്ഞു. അവൻ കുതറി അവളെ പിടിക്കാനായി തിരിയുന്നതിന് മുന്നേ ഉറക്കെ ചിരിച്ചുകൊണ്ട് അവൾ ഓടി ബാത്റൂമിൽ കയറി വാതിലടച്ചു. സഞ്ജുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ഗാർഡ് അവരുടെ ഈ കളികൾ ആസ്വദിച്ചു. സഞ്ജു ചെവിയും ഒഴിഞ്ഞു മുന്നോട്ടേക്ക് നടക്കുന്നതിനിടയിൽ അയാൾ അവനോട് പറഞ്ഞു, ബോസ്, മാഡം ഭയങ്കര ഫൺ ടൈപ്പ് ആണല്ലേ. അയാൾ പറയുന്നത് കേട്ട് സഞ്ജു അയാളെ രൂക്ഷമായി ഒന്ന് നോക്കി. കാരണം അപ്പോഴും അവൻ വേദന കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ചെവിയിൽ തഴുകി അവൻ പറഞ്ഞു, എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഇതുപോലുള്ള തമാശയൊന്നും ആസ്വദിക്കാനുള്ള വലിയ മനസ്സ് എനിക്കില്ല. ഇയാള് ചൊറിയാതെ സ്വന്തം കാര്യം നോക്കി പോയേ. സഞ്ജുവിന്റെ ദേഷ്യം കണ്ട് അയാൾക്ക് ചിരിയാണ് വന്നത്. അത് അടക്കി പിടിച്ചുകൊണ്ട് അവന്റെ കൂടെ അയാൾ പുറത്തേക്ക് നടന്നു. കീർത്തി ഗാഠമായി ഉറങ്ങുകയായിരുന്നു. ആ ഉറക്കത്തിൽ അവൾ എന്തൊക്കെയോ സ്വപ്നങ്ങൾ കണ്ടു. അവൾ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു. അവളുടെ ദേഹമാസകലം വിയർത്തു പോയിരുന്നു. അവൾ ചുറ്റും നോക്കി. അവൾക്കരികിൽ വരുണിനെ കാണാനില്ലായിരുന്നു. അവളുടെ അസ്വസ്ഥത വർദ്ധിച്ചു. അവൾ മനസ്സിൽ മന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യോ, വരൺ എവിടെ പോയി? എന്നോട് യാത്ര പോലും പറയാതെ പോയോ? കീർത്തി ഉടൻ തന്നെ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റ് ഒരു ഭ്രാന്തിയെ പോലെ അവിടെയെല്ലാം അവനെ പരതാൻ തുടങ്ങി. അവളുടെ ശബ്ദം അവിടെ പ്രതിധ്വനിക്കാനും തുടങ്ങി. ഓരോ നിമിഷം കഴിയുന്തോറും കീർത്തിയുടെ ഹൃദയമിടിപ്പ് കൂടി വന്നു. നിരാശ കൊണ്ട് അവൾ കരയാൻ തുടങ്ങിയപ്പോൾ ബാത്റൂമിന്റെ വാതിൽ തുറന്ന് വരുൺ പുറത്തേക്കിറങ്ങി. അവനെ കണ്ടതും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിച്ചു. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി. വരുണും അവളെ മുറുകെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു. അവൾ വിതുമ്പിക്കൊണ്ട് അവനോട് പറഞ്ഞു, ഞാൻ പേടിച്ചുപോയി. ഇയാൾ എന്നോട് പറയാതെ പോയെന്ന് കരുതി ഞാൻ ഇത്രയും നേരം വിളിച്ചലറിയിട്ടും എന്താ ഇയാള് വിളി കേൾക്കാഞ്ഞത്? കീർത്തിയുടെ ചോദ്യം കേട്ട് വരുണിനും സങ്കടം വന്നു. സത്യത്തിൽ കീർത്തിയോട് യാത്ര പറയാൻ വന്നതായിരുന്നു അവൻ. അവൾ സുഖമായി ഉറങ്ങുന്നത് കണ്ട് ബാത്റൂമിലേക്ക് പോയതായിരുന്നു. അവിടെ നിന്ന് അവളോട് എങ്ങനെ യാത്ര പറയുമെന്ന് ആലോചിച്ച് വിഷമിക്കുകയായിരുന്നു അവൻ. അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, എന്റെ ജീവനല്ലേ നീ. നിന്നോട് പറയാതെ നിന്നെ കാണാതെ ഞാൻ എങ്ങനെ പോവാ? എനിക്ക് ഈ ലോകത്ത് യാത്ര പറയാനും കാത്തിരിക്കാനും നീ അല്ലാതെ വേറെ ആരാ ഉള്ളേ? വെറുതെ ഓരോന്ന് പറഞ്ഞ് കരയല്ലേ. കീർത്തിക്ക് അപ്പോഴും താൻ സ്വപ്നം കാണുകയാണോ അതോ സത്യത്തിൽ വരുൺ തന്റെ മുന്നിലുണ്ടോ എന്നൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അവൾ അവനെ മുറുകെ പുണർന്നു. വരുൺ അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, ഇങ്ങോട്ട് നോക്ക് കീർത്തി. നീ എനിക്ക് പ്രോമിസ് തന്നതാ ഞാൻ പോകുമ്പോ കരയില്ലെന്ന്. പിന്നെ എന്തിനാ ഇങ്ങനെ കരയുന്നത്? വരുൺ യഥാർത്ഥത്തിൽ പോകാൻ ഒരുങ്ങുകയാണെന്ന് കീർത്തിക്ക് മനസ്സിലായി. അവൾ സങ്കടത്തോടെ അവനോട് ചോദിച്ചു, അപ്പോ ഇയാള് ശരിക്കും പോവാൻ നിൽക്കാണോ? കീർത്തി അവനെ ഭയത്തോടെ നോക്കി ചോദിച്ചു. വരുൺ അവളോട് അതേയെന്ന ഭാവത്തിൽ തലയാട്ടി. അവൻ അവളുടെ സങ്കടം കാണാൻ പറ്റാതെ കണ്ണടച്ചുകൊണ്ട് പറഞ്ഞു, സഞ്ജു വിളിച്ച് വേഗം ചെല്ലാൻ പറഞ്ഞു. അവൻ എന്തൊക്കെയോ ഫയൽസ് കിട്ടിയിട്ടുണ്ടെന്ന്. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ എനിക്ക് പോകേണ്ടതല്ലേ. പെട്ടെന്ന് പോയി എല്ലാം ശരിയാക്കിയ എനിക്ക് വേഗത്തിൽ നിന്റെ അടുത്തേക്ക് തിരിച്ചു വരാല്ലോ. ഈ കരച്ചിലൊക്കെ നിർത്തി നല്ല കുട്ടിയായിട്ട് എന്നെ യാത്രയാക്കിക്കേ. നിന്റെ ചിരിച്ച മുഖം കണ്ടിട്ട് വേണം എനിക്ക് പോവാൻ. പെട്ടെന്ന് കീർത്തി തന്റെ സങ്കടങ്ങളെ ഉള്ളിൽ ഒതുക്കാൻ തുടങ്ങി. അവൾ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു, സാരമില്ല വരുൺ, ഞാൻ ഓക്കെയാ. പെട്ടെന്ന് ഇയാളെ കാണാതായപ്പോ എന്നോട് പറയാതെ പോയോന്ന് വിചാരിച്ച് സങ്കടം വന്നു പോയതാ. എനിക്കറിയാലോ എന്നെ വിട്ടു പോവാൻ ഇയാൾക്ക് സങ്കടമാണെന്ന്. പിന്നെ ഈ സങ്കടമൊക്കെ നമ്മുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണല്ലോ. അതൊക്കെ സഹിക്കാൻ എന്നെ കൊണ്ട് പറ്റും. വരുൺ വേഗം പോയി തിരിച്ചു വാ. ഞാൻ ഇവിടെ കാത്തിരിക്കാം.
കീർത്തി സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാൻ തുടങ്ങി. അവൾ സങ്കടം ഉള്ളിൽ ഒതുക്കുകയാണെന്ന് വരുണിന് മനസ്സിലായി. അവൻ ഓരോന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. അവർ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ വാതിലിൽ മുട്ടുകേട്ടു. കീർത്തി ചെന്ന് വാതിൽ തുറന്നു. അവിടെ മുകേഷ് നിൽക്കുന്നുണ്ടായിരുന്നു. ബോസ്, യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം റെഡിയായി. അരമണിക്കൂറിനുള്ളിൽ നമുക്ക് ഇറങ്ങണം. കീർത്തി തിരിഞ്ഞ് വരുണിനെ നോക്കി കണ്ണുനീർ തുടച്ചു. ഇങ്ങനെ കണ്ണീരോടെ വരുണിനോട് വിട പറയാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല. അവൾ വേഗം മുഖം ഹാപ്പി മൂഡിലേക്ക് മാറ്റി. വരുൺ അവളെ തന്നോട് ചേർത്തു പിടിച്ചു. അവളുടെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്തു. എന്നിട്ട് ആർദ്രമായി പറഞ്ഞു, ഐ ലവ് യു ബേബി, ഐ ലവ് യു സോ മച്ച്. ഇന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിന്നെ വിളിക്കാനോ സംസാരിക്കാനോ ഒന്നിനും പറ്റില്ല. ഞാൻ ഈ ഭൂമിയിലേ ഇല്ല എന്ന രീതിയിലായിരിക്കും നിൽക്കാൻ പറ്റുക. എപ്പോഴെങ്കിലും അവസരം കിട്ടിയാൽ മാത്രം ഞാൻ വിളിച്ചോളാം. ഒരു കാര്യം മാത്രം ഓർത്താൽ മതി, എനിക്ക് ഈ ഭൂമിയിൽ നീയല്ലാതെ വേറെ ആരുമില്ല. ഞാൻ നിന്നെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. എല്ലാം തീർത്തിട്ട് ഞാൻ നിനക്ക് വേണ്ടി മടങ്ങി വരും. എനിക്ക് വേണ്ടി കാത്തിരിക്കണം. ഇനി ഒരു നിമിഷം കൂടി അവിടെ നിന്നാൽ തന്റെ ഹൃദയം തകരുമെന്ന് വരുണിന് തോന്നി. അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ച് പതിയെ മുഖം താഴ്ത്തി അവളുടെ അധരങ്ങളെ കവർന്നു. പരസ്പരം ആത്മാവിനെ തൊട്ടുണർത്തുന്നത് പോലെ അവർ ചുംബനം പങ്കുവച്ചു. അവളെ വിട്ട് അവൻ തിരിഞ്ഞു നോക്കാതെ പുറത്ത് കാത്തു നിൽക്കുന്ന മുകേഷിനരികിലേക്ക് നടന്നു. അവൻ പോകുന്നത് കണ്ണിമയ്ക്കാതെ അവൾ നോക്കി നിന്നു. അജ്ഞാതമായ ഒരിടത്ത് വളരെ പ്രധാനമായ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. അവിടേക്ക് വരുണും പരിവാരങ്ങളും കടന്നു ചെന്നു. അതൊരു 7 സ്റ്റാർ ഹോട്ടലായിരുന്നു. VVIPകൾക്ക് മാത്രം എൻട്രൻസ് ഉള്ള ഒരിടം. അവിടുത്തെ 7ാം നില മുഴുവനും സഞ്ജു അവർക്ക് വേണ്ടി ബുക്ക് ചെയ്തിരുന്നു. വരുൺ ലിഫ്റ്റിൽ കയറി 7ാം നിലയിലേക്കുള്ള ബട്ടൺ അമർത്തി. ലിഫ്റ്റ് വാതിൽ തുറന്നതും മുന്നിൽ നിറഞ്ഞ ചിരിയോടെ സഞ്ജു നിൽക്കുന്നുണ്ടായിരുന്നു. വരുണിനെ കണ്ടതും അവൻ അടുത്തു വന്ന് വരുണിനെ കെട്ടിപ്പിടിച്ചു. മുന്നോട്ടേക്ക് നടക്കുന്നതിനിടയിൽ അവൻ വരുണിന്റെ ചെവിയിൽ പതിയെ പറഞ്ഞു, എന്താണ് മാഷെ, ആകെ ഒന്നും മിനിങ്ങിയല്ലോ. ഭാര്യ നല്ലതുപോലെ പരിചരിക്കാറുണ്ടെന്ന് തോന്നുന്നു. സഞ്ജു പറയുന്നത് കേട്ട് വരുൺ അവനെ കൂർപ്പിച്ചു നോക്കി. അവരപ്പോഴേക്കും മീറ്റിംഗ് ഹാളിലേക്ക് എത്തിയിരുന്നു. അവിടെ കുറച്ചുപേർ അവനെ കാത്തു നിന്നിരുന്നു. വരുണിനെ കണ്ടതും അവരെല്ലാവരും അവനെ ഗ്രീറ്റ് ചെയ്തു. ബി സീരിയസ് സഞ്ജു, നിന്റെ കുശലം പറച്ചിൽ റൂമിൽ ചെന്നിട്ട് മതി. ഇപ്പൊ നമുക്ക് വന്ന കാര്യം നോക്കാം. സഞ്ജു അതിന് മറുപടി പറയാൻ പോകുമ്പോഴേക്കും ഒരാൾ ഫയലുമായി വരുണിന്റെ അടുത്തേക്ക് ചെന്നു. സർ, സ്ഫോടനം നടത്തി എന്ന് സംശയിക്കുന്നവരുടെ പട്ടിക ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ലിസ്റ്റിലുള്ള പേരുകളെല്ലാം 100% കുറ്റം ചെയ്തു എന്ന് ഉറപ്പുള്ളവരുടെയാണ്. ഈ ലിസ്റ്റ് ഒരുപാട് നാളത്തെ അന്വേഷണത്തിന് ശേഷം തയ്യാറാക്കിയത്. അതുകൊണ്ട് തന്നെ ഇതിനെ കവച്ചൊന്ന് നിങ്ങൾക്ക് ഇനി കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളെ കുറ്റക്കാരനാക്കുന്ന ആ സ്ഫോടനത്തിന് പിന്നിൽ ഈ ലിസ്റ്റിലുള്ളവർ തന്നെയാണ്. ഈ തെളിവ് വെച്ച് നിങ്ങൾക്ക് സേഫ് ആവാം. വരുൺ കൈ നീട്ടി ആ ഫയൽ എടുത്തു. അവൻ അക്ഷമയോടെ ആ ഫയൽ നോക്കാൻ തുടങ്ങി. ഓരോ പേരിലൂടെയും അവന്റെ വിരലുകൾ പാഞ്ഞു. ചെറിയ കണ്ണികളിൽ നിന്നും വലിയ കണ്ണികളിലേക്കായിരുന്നു ആ ലിസ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ലിസ്റ്റിലെ അവസാനത്തെ പേരിലേക്ക് അവന്റെ വിരൽ നീണ്ടു. താൻ കാണുന്നത് സ്വപ്നമാണോ അതോ കള്ളമാണോ എന്ന് അവന് തിരിച്ചറിയാനായില്ല. അവൻ വീണ്ടും കണ്ണുകൾ ചിമ്മി തുറന്ന് ആ പേര് വായിച്ചു. അവനത് വിശ്വസിക്കാനായില്ല. കാരണം ആ പേര് അവന്റെ ഭാര്യയുടേതായിരുന്നു, കീർത്തി അയ്യർ. വരുണിന്റെ ശത്രുക്കളുടെ ലിസ്റ്റിൽ കീർത്തിയുടെ പേര് എങ്ങനെ വന്നു? യഥാർത്ഥത്തിൽ കീർത്തി കുറ്റക്കാരിയാണോ അതോ ഇതൊരു തെറ്റിദ്ധാരണ മാത്രമാണോ?